വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിനും കിൻഫ്ര ഹൈടെക് പാർക്കിനും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറൽ വീട് പരിചയപ്പെടുത്താനായിട്ടാണ്. 4.25 സെന്റ് സ്ഥലത്ത് 2533 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും 2 SUV കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 800 മീറ്ററും തേവക്കൽ ജംഗ്ഷനിലേക്ക് 900 മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 1 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 5.7 കിലോമീറ്ററും കാക്കനാടേക്ക് 6.2 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 6.7 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.7 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിന്റ് വർക്കും ക്ലാഡിംഗ് ടൈല് സ്പോട്ട് ലൈറ്റും സ്ക്വയർ ട്യൂബ് വർക്കും അതുപോലെ തന്നെ UPVC വിൻഡോകളുമാണ് വന്നിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് സ്ക്വയർ ട്യൂബ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഗേറ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു മെയിൻ ഗേറ്റ് കൂടാതെ നമുക്ക് ഒരു വിക്കറ്റ് ഗേറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 SUV കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഫുള്ളി കവർ ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു കാർ പാർക്കിംഗ് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ കാർ പാർക്കിംഗ് സ്പേസ് എടുക്കാവുന്നതാണ്. ഇവിടെയായിട്ടൊരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയോളമാണ് ഈ ഒരു ഭാഗത്തേയും വെട്ടി വരുന്നത്. ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി കിണറും KW വാട്ടർ കണക്ഷനുമാണുള്ളത്. 2500 ലിറ്ററിന്റെ ഒരു സ്റ്റോറേജ് ടാങ്ക് ഈ ഒരു വീടിന് നൽകിയിട്ടുണ്ട്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കും വീടിനൊരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു പാഷിയോയോ അല്ലെങ്കിൽ ഒരു കോട്ടയാടോ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ബേസിൻ ലഭിക്കുന്നുണ്ട്. റിമൈനിങ് പോർഷനിൽ ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ഇവിടെയും വരുന്നത്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിലായിട്ട് നമ്മൾ കാണുന്നത് വർക്ക് ഏരിയയാണ്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പ് ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് വരുന്നത്. ഫുള്ളി മാറ്റ് ഫിനിഷ്ഡ് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റിനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിന് നോർത്ത് ഈസ്റ്റിലേക്കും ഈസ്റ്റിലേക്കും എല്ലാം തന്നെ അത്യാവശ്യം UPVC വിൻഡോകൾ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് സ്ക്വയർ ട്യൂബ് വർക്കും വരുന്നുണ്ട്. കൂടാതെ വിൻഡോകൾക്കെല്ലാം തന്നെ സീറ്റിംഗ് സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും പാനലിംഗ് വർക്കും എല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഡൈനിങ് സ്പേസിൻ്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇനി സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു വാഷ് കൗണ്ടർ ഏരിയ ആണ് വരുന്നത്. വലിയൊരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും ബാക്ക്ഗ്രൗണ്ടിലെല്ലാം തന്നെ ടെക്സ്ചർ പെയിൻറ്റ് വർക്കുകളുമാണ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്ക് മെയിൻ ലിവിംഗ് കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിതൊരു ഫാമിലി ലിവിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും UPVCയുടെ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഈ വീട്ടിൽ ലെഗ്രാൻഡിന്റെ സ്വിച്ചസും വീഗാന്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ലഭിക്കുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. മുകളിൽ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് UPVC വിൻഡോകൾ നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു കിച്ചണിന് വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൂടാതെ വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. ജാഗോറിൻ്റെ ടാപ്പാണ് വരുന്നത്. ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇത് കൂടാതെ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും LED ലൈറ്റുമാണ് ഈ ഒരു ഓപ്പൺ കിച്ചണിലും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ ആണ് വരുന്നത്.
രണ്ട് സൈഡിലേക്കും ഡോറൊക്കെ നൽകി ഫുള്ളി ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത്. ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ എക്സ്ട്രാ പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും UPVC വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകൾക്ക് ഗ്രില്ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിൻ്റെ വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗോളിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ വെസ്റ്റിലേക്ക് ഒരു UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് വെസ്റ്റിലേക്ക് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് നമുക്കൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. നോർത്തിലേക്ക് UPVC വിൻഡോകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഓഫീസ് സ്പേസോ അല്ലെങ്കിൽ സ്റ്റഡി റൂമോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ പാനലിംഗ് സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമും മൂന്നാമത്തെ ബെഡ്റൂമും വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ UPVCയുടെ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കും നോർത്തിലേക്കും UPVC വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. അവിടേക്കും UPVCയുടെ സ്ലൈഡിംഗ് ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വളരെ സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും നൽകി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൽ നിന്നുള്ള സ്പേഷ്യസ് ആയ ബാൽക്കണി വരുന്നത്. ഹാൻഡ് റെയിൽ MS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടെല്ലാം സ്ക്വയർ ട്യൂബിൻ്റെ വർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും UPVC വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകി LED ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിൻ്റെ വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും UPVC വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. 4.25 സെന്റ് സ്ഥലത്ത് 2533 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും വർക്ക് ഏരിയയും 2 SUV കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയ ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,27,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. എൻ്റെ പേര് നീതു. Thanks for watching.